ഹലോ ഗൈസ്, ഇതൊരു കുട്ടി ട്രാവൽ വ്ളോഗാണ്. ഞാൻ ഇതുവരെ ട്രാവൽ വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ അതും മാത്രമല്ല, ഇന്നത്തെ വീഡിയോൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് വെച്ചാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 29 വർഷം കാത്തിരിക്കേണ്ടി വന്നു ആദ്യമായിട്ടൊന്ന് ഫ്ലൈറ്റ് കയറാനും ഫ്ലൈറ്റ് ഇത്ര അടുത്ത് കാണാനും. അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും അതിലുപരി പേടിയും ഉണ്ടാകുമല്ലോ. പിന്നെ കൂടെയുള്ള ആൾക്ക് പേടിയില്ലേന്ന് ചോദിച്ചാൽ പേടി ഒട്ടുമില്ല. കാരണം ഞാനാണല്ലോ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നത്. ഇൻഡിഗോ ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്, ഡൊമസ്റ്റിക് ട്രാവൽ. അത് ഞങ്ങൾ ഇവിടുന്ന് കോയമ്പത്തൂരിന്ന് ഡൽഹിയിലോട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന് പാസ്പോർട്ട് വേണ്ടെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞത് ഇപ്പോഴേ. അതായത് ഇന്ത്യയിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ലെന്ന് അറിയുന്നത് ഇപ്പോഴാണ്. റൺവേ കൂടെ ഫ്ലൈറ്റ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് വയറ്റിൽ മറ്റേ മഞ്ഞ് വീഴുന്നൊരവസ്ഥയായിരുന്നു. പിന്നെ അറിഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും കാലം ചിന്തിച്ച മേഘങ്ങൾക്ക് താഴെയായിരിക്കും ഫ്ലൈറ്റ് പറക്കുന്നതെന്ന്. അതൊക്കെ മനസ്സിലാക്കി തന്നത് ഈ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റിലായിരുന്നു. മേഘങ്ങൾ എത്രയോ താഴെയോ അതിൻ്റെ മേളിലാണ് ഫ്ലൈറ്റ് പറന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. രാവിലെ ഏകദേശം ഒരു 8 മണി ആയപ്പോഴായിരുന്നു ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയിരുന്നത്. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് അവർ തന്നു. അതായത് ചീരയും കോണൊക്കെ വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആയിരുന്നു. കൊള്ളായിരുന്നു, അത്യാവശ്യം നല്ലതായിരുന്നു. ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരുന്നെങ്കിൽ എനിക്കിഷ്ടം. പിന്നെ ബ്രെഡിന് അത്യാവശ്യം സൈസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഒരു സെറ്റ് മാത്രം എടുത്ത് കഴിക്കുകയോ ചെയ്ത് 2 സെറ്റായിരുന്നു അവർ തന്നത്. അതിലൊരു സെറ്റ് ഞാൻ അതുപോലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചു. ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവർ റിയൽ ഫ്രൂട്ട്സിൻ്റെ മറ്റേ ഓറഞ്ച് ഫ്ലേവർ ജ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലേവേർഡ് ആയിട്ടുള്ള സാധനം ഞാൻ കഴിക്കാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മാത്രം ടേസ്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ച്. ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് റിസ്ക് എടുക്കണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഓറഞ്ച് ജ്യൂസ് ഒഴിവാക്കിയിട്ട് ചൂടുവെള്ളം മാത്രം മതി എന്ന് പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുമ്പോഴാണ് ഒരു അനൗൺസ്മെൻറ്റ് വന്നത്. നമ്മളിപ്പോൾ 33 അടി മുകളിലാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, വിൻഡോ വഴി ഞാനൊരു വീഡിയോ അങ്ങനെ എടുത്തു. പിന്നെ ഈ കാണുന്ന വ്യൂ ഒക്കെ ഞാൻ യൂട്യൂബിലും പിന്നെ നമ്മുടെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ എന്നല്ലാതെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്കൊരു കോഫി തന്നിട്ടുണ്ടായിരുന്നു. 2 പേർക്കും കോഫി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ കോഫി ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ട്രാവൽ ചെയ്യുമ്പോൾ എന്തിനാ റിസ്ക് എടുക്കുന്നതെന്നുള്ളത് കൊണ്ട് ആ കോഫി ഞാൻ അതുപോലെ തന്നെ വെച്ചു. ഫ്ലൈറ്റ് കയറിയിട്ടുള്ള ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ ഏകദേശം ഫുഡ് കഴിക്കലും വീഡിയോ എടുക്കലൊക്കെ ആയതുകൊണ്ട് അത് അങ്ങോട്ട് പോയി കിട്ടി. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കി, ഏതെങ്കിലും ഒരു മൂവി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഈ ഒരു ബോറടിയിൽ നിന്ന് നമുക്ക് പുറത്ത് വരായിരുന്നു. അങ്ങനെ ഒരു 2 മണിക്കൂറോളം ബോറടിച്ചിരുന്ന സമയത്തായിരുന്നു നമുക്ക് അനൗൺസ്മെൻറ്റ് വന്നത്. നമ്മൾ ഡൽഹിയിലോട്ട് ലാൻഡ് ചെയ്യാൻ പോവുക, ഒരു അരമണിക്കൂറോട് ഞങ്ങൾ താഴേക്ക് എത്തുന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ആ സന്തോഷം കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക്, അതായത് ലാൻഡിങ് കുറച്ചും കൂടെ താഴേക്ക് എത്തിയപ്പോഴേക്ക് എൻ്റെ ചെവിയൊക്കെ അടഞ്ഞ് ഭയങ്കര പെയിനായിരുന്നു. എനിക്ക് പുറത്ത് സൗണ്ടൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഗൂഗിളിന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ ചെവി പൊത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ഭയങ്കര പെയിൻ എന്ന് വെച്ചാൽ ശരിക്കും ബ്ലീഡിങ് വരുന്ന പോലെയൊക്കെ ഒരു പെയിനായിരുന്നു. തലയിലൊക്കെ എന്തോ വെയിറ്റ് കൂടിയ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അയ്യോ, എങ്ങനെയെങ്കിലും ഒന്ന് താഴേക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ വെറുത്തു പോയൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലാൻഡിങ് ആയിരുന്നു. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12 കാലമായപ്പോഴേക്ക് ഞങ്ങൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ബസ് വെയിറ്റ് ചെയ്യുന്നത്, ഇൻഡിഗോയുടെ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എക്സിറ്റ് 2 ആയിരുന്നു നമുക്ക്. പിന്നെ ഈ പോകുന്ന വഴിയിൽ, ബസ് കയറി പോകുന്ന വഴിയിൽ ഈ വിമാനങ്ങളൊക്കെ, വലിയ വിമാനവും ചെറിയ വിമാനവും ജെറ്റ് വിമാനമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ആകാശത്ത് കണ്ടുകൊണ്ടിരുന്ന സാധനമായിരുന്നല്ലോ. പിന്നെ ഈ ഒരു സംഭവം, അതായത് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈ എനിക്ക് അറേഞ്ച് ചെയ്തിരുന്നത് ഗൂഗിളാണ്. അത് 29, ഞാൻ പറഞ്ഞല്ലോ, 29 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കയറുന്നത്. അതുകൊണ്ട് ഗൂഗിളിനൊരു വലിയ താങ്ക് യു ഗൂഗിൾ. പിന്നെ എല്ലാവരും ഒരു തവണയെങ്കിലും ഫ്ലൈറ്റിൽ കയറിയിരിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ എന്നെപ്പോലെ സൈനസൈറ്റിസ് ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഇയർബഡ്സ് കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ബൈ ബൈ.